ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കേക്ക് ഓർഡറിലെ ദിവസമാണ്. കേക്ക് വേറെ എടുത്തേക്കും അല്ലാട്ടാ, നമ്മളെ വീട്ടിന് മുട്ടിയിട്ടില്ല. വീട്ടിൽ ഈ വീട്ടിൻ്റെ രണ്ടാം പിറന്നാളാണ് ഇന്ന്. ഇപ്പം നീ കേക്ക് ആക്കലില്ലേ രേഷ്മയെ, നിർത്തിയോ എന്ന് കാണുന്നവരെല്ലാം ചോദിക്കലുണ്ട് കേട്ടാ. അപ്പം അവർക്കുള്ളൊരു മറുപടിയും കൂടിയാണേ ഈ ഒരു വീഡിയോ. കേക്ക് ആക്കലൊന്നും ഞാൻ നിർത്തിയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പം കേക്ക് ആക്കുന്നുണ്ട്. സ്റ്റാറ്റസും കാര്യങ്ങളൊന്നും ഇടലില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ. അങ്ങനെ കേക്കിൻ്റെ പണിയെല്ലാം ഏകദേശം സെറ്റായിട്ട് ഞാൻ പിറന്നാളിലെ വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ടേ. ആ കാണുന്ന ആളാണ് നമ്മൾ ഇന്നത്തെ ബർത്ത്ഡേ ബോയ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ബലൂണ് വീർപ്പിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തിലെ ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് അവരൊന്ന് സഹായിച്ചതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7 മണിയാകുമ്പോഴാണ് കേക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാക്കി പരിപാടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താനും മറക്കല്ലേ. എന്നാൽ പിന്നെ ഇനി ഒട്ടും വൈകണ്ട, പെട്ടെന്ന് തന്നെ കേക്ക് കൊണ്ട് കൊടുക്കാട്ടോ. അങ്ങനെ ഇതാ കേക്ക് ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവരെ അടുത്ത ബന്ധുക്കാരും അതുപോലെ വീട്ടിനടുത്തില്ലേ കുറച്ച് പേരെയും മാത്രമാണ് ഈ ഒരു ഫംഗ്ഷനിലേക്ക് വിളിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു തോക്കം പിടിച്ച് നിൽക്കുന്നത് വേറെ ആരുമല്ലേ, എൻ്റെ മോളാണേ. അപ്പോൾ ഇതിന്ന് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടി ഇന്ന് ഓളെ പൊട്ടിക്കേ. ഈ ഒരു സാധനം ഇന്ന് വരെയും എനിക്ക് പൊട്ടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തോ ഭാഗ്യം ആളിത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തിരിച്ച് പൊട്ടിക്കാൻ പറ്റാണ്ട് നാണം കെട്ടവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനാക്കിയ കേക്ക് മുറിച്ചിട്ടില്ല ബർത്ത്ഡേയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരാളിലുണ്ടാവും കേട്ടോ. കേക്കിൻ്റെ അഭിപ്രായം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓർത്തിട്ട്. ഈ ഒരു മിഠായിയുടെ കവർ കണ്ട സമയത്ത് പണ്ട് നമ്മൾ തിന്നിട്ടില്ല മാംഗോ മിഠായിയാണ് കേട്ടോ ഓർമ്മ വന്നത്. അതിൻ്റെ രുചിയും മണവും എല്ലാം ഓർമ്മ വന്നു കേട്ടോ. ബർത്ത്ഡേക്കാരന് അച്ചൂട്ടിൻ്റെ വക ഒരു കുഞ്ഞു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണ് രമ്യേച്ചി പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മളെ നാട്ടിലേക്ക് വരുമല്ലോ കേട്ടോ. അങ്ങനെ പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ചു കൂട്ടാ. നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായിനെ. അപ്പോൾ എല്ലാ മക്കളും ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന കാണുമ്പം തന്നെ അവർക്കും സന്തോഷമാണ്, കാണുന്ന നമുക്കും സന്തോഷമാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പിരിഞ്ഞു. എന്നാൽ പിന്നെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.